ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തതാമി ഭഗവത് ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. മക്കളെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനമായ ഒരു അധ്യായത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ അതിഗംഭീരമാണ്. രാജവിദ്യ രാജഗുഹ്യ യോഗം. രാജ എന്ന് പറഞ്ഞതാൽ രാജാവ് വളരെ പ്രധാനമുള്ള ഒരു പദവിയാണല്ലേ. അങ്ങനെ ആ പ്രധാനമായ ഒരു പദവിയെ സൂചിപ്പിക്കാനാണ് രാജശബ്ദം ഉപയോഗിക്കുന്നത്. നമ്മളെ സിംഹത്തിനെ കൊണ്ട് മൃഗരാജ എന്ന് പറയാറില്ലേ, അതുപോലെ രാജാവിന് പ്രജകളെയും ഒക്കെ രാജ്യത്തെയൊക്കെ നോക്കി രക്ഷിക്കുന്നത് ആരാണ്? രാജാവ്. അപ്പം എല്ലാത്തിലും ഉയർന്ന സ്ഥാനത്തിൽ, എല്ലാത്തിലും വെച്ച് ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള എന്ന അർത്ഥത്തിലാണ് ഇവിടെ രാജവിദ്യ രാജഗുഹ്യം, അതിലെ ആ രാജശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ വിദ്യകളിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഏറ്റവും നന്നായി പ്രകാശിക്കുന്ന വിദ്യക്കാണ് രാജവിദ്യ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് രാജഗുഹ്യം എന്നും പറയുന്നത്. ഗുഹ്യം എന്നാൽ ഒളിഞ്ഞു കിടക്കുന്നത്, മറിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഒളിഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുന്നതോ ആയതിനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല, അല്ലേ? അത് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് അധികം നമ്മൾ കഷ്ടപ്പെടണം. അപ്പം നല്ലപോലെ കഷ്ടപ്പെട്ട് വേണം നമുക്ക് ഈ വിദ്യ നേടാൻ, ഈ രാജവിദ്യ. കാരണം അത്ര തന്നെ ഒളിഞ്ഞിരിക്കുന്ന അത് കിട്ടും, തീർച്ചയായിട്ടും കിട്ടില്ല എന്നൊന്നും അർത്ഥമില്ല. അതിനായിട്ട് നല്ലപോലെ പരിശ്രമിക്കണം. അതുകൊണ്ട് ഈ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പ്രയത്നത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന അറിവാണ്. ആ അറിവെന്താണ്? നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എന്താ ഇവിടെ ഉള്ളത്? ഈശ്വരൻ. അതിനാർക്കും സംശയമില്ലല്ലോ. ഈശ്വരനേക്കാൾ വലുതായിട്ടൊന്നും നമ്മുടെ അറിവിലില്ല. അപ്പം ഈശ്വരനാണ് ഏറ്റവും വലിയ സ്ഥാനത്തുള്ളത്. അപ്പം ആ രാജവിദ്യ എന്ന് പറയണത് ഈശ്വരനെ കുറിച്ചുള്ള ആ അറിവാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ജ്ഞാനവിജ്ഞാന യോഗം എന്ന 7-ാം അധ്യായത്തിലും ഈശ്വരനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈശ്വര സ്വരൂപത്തെക്കുറിച്ചും ഭക്തി എന്താണെന്നൊക്കെ അതിലും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തന്നു. അതേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട്, വിസ്തരിച്ച് പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് അതേ കാര്യം തന്നെ വീണ്ടും ഇപ്പം 9-ാമത്തെ അധ്യായത്തിൽ തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. അപ്പോൾ ഈ 2 അധ്യായവും ഒന്നിച്ച് വെച്ച് മനസ്സിലാക്കണം. ഇവിടെ പറയുന്നുണ്ട്, 2-ാമത്തെ ശ്ലോകത്തിൽ പറയാണ് വിജ്ഞാനസഹിതമായ ജ്ഞാനം. ജ്ഞാനവിജ്ഞാനാണ് നമ്മൾ കണ്ടത്. വിദ്യയുടെ രാജാവായ, രഹസ്യങ്ങളുടെയൊക്കെ രാജാവായ ആ വിദ്യ, അത് ജീവിതത്തിൽ നേടാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്
പാവനമായതാണ്, ഉത്തമമാണ്, ധർമ്മത്തിനനുസരിച്ചിട്ടുള്ളതാണ്, നാശരഹിതമാണ്. പരിശ്രമിച്ചാൽ തീർച്ചയായും നേടാവുന്നതാണ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടത്? അർജുനന് എങ്ങനെയെങ്കിലും ഈ ഈശ്വര സ്വരൂപം അല്ലെങ്കിൽ പരമാത്മസ്വരൂപം മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ലക്ഷ്യം ഭഗവാനുണ്ട്. അതിന് കുറച്ചുകൂടെ കേൾക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന വിധത്തിൽ കേൾപ്പിക്കുകയാണ് അർജുനനെ. നമുക്ക് നോക്കാം. നമ്മൾ 7-ാം ഭാവത്തിൽ തന്നെ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, എനിക്ക് 2 ഭാവമുണ്ട്. അതായത് ഞാൻ തന്നെ എൻ്റെ പരാപ്രകൃതിയും, അതായത് ഞാൻ തനിയേ ഉള്ള ഭാവം, മറ്റൊന്ന് എൻ്റെ ശക്തിയായ മായയുടെ ഭാവം, അതാണ് പ്രകൃതി, മായ. അതിനാണ് അപരാപ്രകൃതി എന്ന് പറയും. അങ്ങനെ എനിക്ക് 2 പ്രകൃതികളുണ്ട്. ആ അപരാപ്രകൃതിയാണ്, ആ അപരാപ്രകൃതിയിൽ നിന്നാണ് ഈ ലോകം, ഈ പ്രപഞ്ചം ഉണ്ടാക്കപ്പെടുന്നത്. പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ശേഷം മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അതൊക്കെ അങ്ങനെ 8 രൂപങ്ങളുണ്ട് ഈ മായയ്ക്ക്. അതൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ഈശ്വരൻ എന്നതിന് ഭഗവാൻ ഒരു നിർവചനം കൊടുക്കുന്നുണ്ട്. നിർവചനം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ. എന്താണ് ഈശ്വരൻ എന്ന് വേറൊരു വിധത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈശ്വരൻ ആരാണ് ചോദിച്ചാൽ, ഈശ്വരൻ ജഗത്തിൻ്റെ കാരണമാണ്. ഈ ലോകത്തിൻ്റെ, ഈ കാണുന്ന സൃഷ്ടിയുടെ എല്ലാം സൃഷ്ടികർത്താവാണ് ഈശ്വരൻ. ഈശ്വരനാണ് ഇതിനെല്ലാം കാരണം. ഈ ഈശ്വരന് 2 അംശങ്ങളുണ്ട്, 2 ഭാഗങ്ങൾ. എന്താണ്? ഒന്ന് പരമമായ ഭാഗം, അതായത് ഒരിക്കലും നശിക്കാത്ത, യാതൊരു മാറ്റവുമില്ലാതെ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കുന്ന, അറിവാകുന്ന, സ്വയം പ്രകാശിക്കുന്ന, ചൈതന്യമാകുന്ന, വേറെ ഗുണങ്ങളൊന്നുമില്ലാത്ത ഒരു ഭാവം, അതാണ് പരാപ്രകൃതി. അപ്പം രൂപം, ഗുണമൊന്നുമില്ലെങ്കിൽ നമുക്ക് വലിയ കഷ്ടമാണ് മനസ്സിലാക്കാനല്ലേ. അപ്പം പറയാണ്, ഞാൻ തന്നെ വേറൊരു ഭാവം ഉണ്ട് എനിക്ക്, 2ാമത്തെ ഭാവം. അത് ഈ ജഡമായ ലോകം, ഈ പ്രപഞ്ചം, അത് സ്വയം പ്രകാശമില്ലാത്തതാണ്. അതിന് ഞാൻ തന്നെയാണ് ഇതിന് പ്രകാശിപ്പിക്കുന്നത്. അതായിട്ട് ഒരിക്കലും സ്വന്തമായിട്ട് പ്രകാശിക്കാൻ കഴിവില്ലാത്തത്. അതാണ് എൻ്റെ അപരാപ്രകൃതി. ആ അപരാപ്രകൃതിയാണ് മായയോട് കൂടിയതായി തീർന്നിട്ടുള്ള അപരാപ്രകൃതി എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ ഭഗവാൻ തൻ്റെ കൃഷ്ണൻ്റെ രൂപത്തിൽ നിന്ന് തൻ്റെ സ്വന്തം രൂപമില്ലാത്ത പരാപ്രകൃതിയെക്കുറിച്ച്, പരമമായ ഭാവത്തെക്കുറിച്ച്, പരമാത്മഭാവത്തെക്കുറിച്ച് പറയാണ് ഇവിടെ. തുടർന്ന് പറയാണ്, ഈ ലോകങ്ങളും എല്ലാ ജീവജാലങ്ങളും, ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നുവേണ്ട എല്ലാം തന്നെ, അതെല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഞാനാണ് അതിനെ നിലനിർത്തുന്നത്. അതും അവസാനത്തിൽ ഇതിൻ്റെ
ലോക അവസാനത്തിൽ, ഈ സൃഷ്ടിയുടെ അവസാനത്തിൽ അത് എന്നിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. അതിനാണ് പ്രളയം എന്ന് പറയുന്നത്. അപ്പം ഞാനാണ് ഈ സ്ഥിതി, സൃഷ്ടി, പ്രളയം ഇതിനെല്ലാം കാരണം ഞാനാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ജഗത്, അതായത് ഈശ്വരൻ ജഗത് കാരണമാണെന്ന് നിർവചിക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ട് പറയുകയാണ്. ഞാനീ പ്രകൃതി, ഞാനൊരു പണിയും ചെയ്യാത്ത ആളാണ്. അതായത് എൻ്റെ പരമമായ ഭാവം, എനിക്കതിൽ യാതൊരു കർമ്മങ്ങളും ചെയ്യാത്ത അകർമ്മ, ഒരു കർമ്മവും ചെയ്യുന്നില്ല. അപ്പം എങ്ങനെയാണ് ഈ ഭൂമിയൊക്കെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, എൻ്റെ അധ്യക്ഷതയിൽ നടക്കുകയാണ്. എപ്രകാരമാണ് അത് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരു രാജാവ് അവിടെ ഇരിക്കുകയാണ് രാജസദസ്സിൽ. അവിടെ വെറുതെ ഇരുന്നാൽ മതി. ആ രാജാവിനെ അധ്യക്ഷതയിൽ തന്നെ ബാക്കി എല്ലാ ആൾക്കാരും പണിയെടുത്തോളും. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ അച്ഛൻ അവിടെ ഇരുന്നാൽ മതി, ബാക്കി ജോലിക്കാർ അവരുടെ പണിയെടുക്കും, ബാക്കി എല്ലാ വീട്ടിലത്തെ കാര്യങ്ങളും നടക്കും. അച്ഛന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അതാണ്, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. മയാ ക്ഷേണ, എൻ്റെ അധ്യക്ഷതയിൽ. തുടർന്ന് പറയുന്നുണ്ട്, ഈ ലോകത്തിലുള്ള അധികം ആൾക്കും എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. അവർ വിചാരിക്കുന്നത് ഞാൻ മനുഷ്യരൂപത്തിലുള്ള ഒരു ഭാവമാണ്, ഒന്നാണ് ഈശ്വരൻ എന്നാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനിണങ്ങിയ ആ എന്താണെന്ന് അറിയാതെ അവർ എൻ്റെ ശരിയായ ഭാവം എന്താണെന്ന് അറിയാതെ മനുഷ്യ ശരീരത്തിലുള്ള ഒരാളായിട്ട് അറിഞ്ഞ് ആ അറിവ് ശരിയായ അറിവല്ല, അത് തെറ്റായ അറിവാണ്. എന്നാൽ ശരിയായ അറിവുള്ളവരെ, അവർക്ക് പറയുന്ന പേരാണ് ജ്ഞാനി. ജ്ഞാനിമാർക്ക് എൻ്റെ സ്വഭാവം, എൻ്റെ സ്വഭാവമല്ല, എൻ്റെ സ്വരൂപം എന്താണെന്ന് വ്യക്തമായിട്ടറിയാം. അവർ എന്നെ നന്നായി മനസ്സിലാക്കുന്നു. ആ ഈശ്വരൻ്റെ സ്വരൂപം, ചൈതന്യം എന്താണെന്ന് അറിയുകയും ആ ചൈതന്യം തന്നെയാണ് ഈ ഞാനെന്ന് പറയുന്ന മനുഷ്യനിൽ ഉള്ളതും. ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ഇങ്ങനെയുള്ള ഈ അറിവാണ് ശരിയായ ജ്ഞാനം. ആ ശരിയായ ജ്ഞാനത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാകും ഈശ്വരനും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈശ്വരനും ഞാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഈ ഒരു അറിവ് തന്നെയാണ് നമ്മൾ പറയുന്ന ഈ മോക്ഷം. അല്ലാതെ സ്വർഗലോകത്ത് പോകുന്നതോ വേറെ എന്തെങ്കിലും ആകുന്നതോ ഒന്നുമല്ല. മോക്ഷം എന്ന് പറയുന്നത് എന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുന്നതാണ്. അതാണ് ശരിയായ ഞാനെന്ന് തിരിച്ചറിയുന്നതാണ് മോക്ഷം. അതിന് നമ്മൾ ഈ മോക്ഷം, ഈ ഒരു അറിവുണ്ടാകാൻ, ഈ ഒരു രാജവിദ്യ ഉണ്ടാകാൻ പല മാർഗങ്ങളുമുണ്ട്. അങ്ങനെ പല മാർഗങ്ങളും ഉണ്ട്. പക്ഷേ ആ മാർഗങ്ങളെല്ലാം തന്നെ ഈ ഭക്തി എന്ന ഭാവത്തിലൂടെ വേണം നമ്മൾ ആ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ. അപ്പോൾ ആ മാർഗങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വഴിയാണ് കർമ്മയോഗത്തിലൂടെ ഉള്ള വഴി. അതായത് ഞാൻ ചെയ്യുന്നതൊക്കെ അത്
ഞാൻ ചെയ്യുന്നതൊക്കെ ഈശ്വരനുള്ള അർപ്പണമാണ്. അപ്പോൾ അവിടെ എന്താ വരുന്നത്? ഈശ്വരനോടുള്ള ഭക്തിയല്ലേ? ഭക്തി കൊണ്ടല്ലേ അങ്ങനെ തോന്നുന്നത്? ഞാൻ ചെയ്യുന്നതൊക്കെ ഈശ്വരനുള്ള അർപ്പണമാണ്, ഈശ്വരന് ഞാൻ നിവേദിക്കുന്നതാണിതൊക്കെ. എൻ്റെ കർമ്മത്തിൻ്റെ ഫലമാണ്, പ്രസാദമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ആ കർമ്മരൂപത്തിലാണ് ഇവിടെ നമ്മൾ ഭക്തി കാണുന്നത്. അപ്പോൾ ഭക്തിയുടെ ഒരു ഭാവം കർമ്മരൂപത്തിലാണ് നാം അറിയുന്നത്. അപ്പം നമ്മൾ ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ കർമ്മയോഗം വേറെ ഒന്ന്, വേറെ ഭക്തിയോഗം, ഉപാസനായോഗം വേറെ, അങ്ങനെ എല്ലാം വേർതിരിച്ചല്ല. എല്ലാം എല്ലാത്തിലും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തി അത് കർമ്മയോഗമായി ചെയ്യുമ്പോൾ, കർമ്മയോഗമായി ചെയ്യാന്ന് പറഞ്ഞാൽ ഈശ്വരനെ അർപ്പിക്കുക, തിരിച്ച് നമുക്ക് കിട്ടുന്ന കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന എന്ത് ഫലമുണ്ടെങ്കിലും അതെല്ലാം ഈശ്വരൻ്റെ പ്രസാദമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഭഗവാനിലേക്ക് അടുക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് സുഖിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അവ നമ്മളെ ക്രമേണ ദൈവത്തിൽ നിന്ന് അല്ല ഈശ്വരനിൽ നിന്ന് അകറ്റുക മാത്രമേ ചെയ്യുള്ളൂ, അടുപ്പിക്കുകയില്ല. അങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടെ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശുദ്ധമാകും. മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിൽ ചീത്ത വിചാരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ മനസ്സ് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ വെറുതെ വിട്ടാൽ പിന്നെയും ചീത്ത വിചാരങ്ങൾ വന്നുകൂടാന്നില്ല. അതുകൊണ്ട് ആ മനസ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരനിൽ കെട്ടിയിടണം. അപ്പോൾ അങ്ങനെ ഈശ്വരനിൽ കെട്ടിയിടുന്നത് എങ്ങനെയാണ്? ഈശ്വരനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട്. മനസ്സിനൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒരു ചിന്ത എപ്പോഴും വേണം. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും നല്ല ചിന്തയായ ഈശ്വര ചിന്ത തന്നെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കണം. അങ്ങനെ മനസ്സ് എപ്പോഴും ഈശ്വരനിൽ തന്നെ കുടികൊള്ളണം. അപ്പോൾ നമ്മളുടെ ഏകാഗ്രത, നമ്മുടെ കോൺസെൻട്രേഷൻ, മനസ്സ് ഒരേ ഒരു ചിന്തയിൽ അനങ്ങാതെ വേറെ ഒന്നിലും ശ്രദ്ധിക്കാതെ അതിൽ മാത്രം നിലനിൽക്കും. അതിനാണ് ഏകാഗ്രത. അപ്പോൾ അങ്ങനെ ശുദ്ധീകരിച്ച മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കണം. അങ്ങനെ ഏകാഗ്രമാക്കുന്ന ആ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ആ ചെയ്യുന്ന കാര്യത്തിന് പറയുന്നതാണ് ഉപാസന. അതായത് ഈശ്വരനെക്കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ അതും ഒരു ഭക്തിയാണല്ലേ? അപ്പോൾ ഉപാസനാ രൂപത്തിലുള്ള ഭക്തി. ഇനി ഭക്തി അതിൻ്റെ ഉയർന്ന തലത്തിലേക്ക് പോവാണ്. ഉപാസനയും കൂടെ കഴിയുമ്പോൾ നമ്മൾക്ക് ഈശ്വരനെ കുറിച്ചിട്ടുള്ള ശരിയായ അറിവ് നേടാനുള്ള ആഗ്രഹമുണ്ടാകും. ആഗ്രഹം മാത്രമല്ല, മനസ്സിന് അതിൻ്റെ യോഗ്യതയും കിട്ടും. അപ്പോൾ നമുക്ക് ആരാണ് നമുക്ക് ഈശ്വര സ്വഭാവം, ഈശ്വര സ്വരൂപമൊക്കെ പറഞ്ഞു തരിക? തീർച്ചയായും ഗുരുനാഥൻ. നമുക്ക് ഗുരുനാഥൻ വന്നു ചേരും. ഗുരുനാഥൻ നമ്മൾക്ക് പറഞ്ഞു കേൾപ്പിക്കും ആദ്യം. അതിനാണ് ശ്രവണം എന്ന് പറയുന്നത്, കേൾക്കുന്നതിന്. പിന്നെ നമ്മളിലുള്ള എല്ലാ സംശയങ്ങളും എല്ലാം മാറ്റിത്തരും. അങ്ങനെ ആ മാറ്റുന്ന സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്ന ഇതിന് പറയാണ് മനനം. അത് കഴിഞ്ഞ് ഈശ്വരൻ ആരാന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഞാൻ തന്നെയാണ് ആ ഈശ്വരൻ എന്ന് ഉള്ള ധ്യാനിക്കുന്നതിനാണ് പറയുന്നത് നിധിധ്യാസനം. അങ്ങനെ ആ ധ്യാനത്തിലൂടെ ഈശ്വരനിൽ നിന്ന് ഞാൻ വ്യത്യസ്തനല്ല, ഞാനും ഈശ്വരനും ഒന്നാണ്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ജ്ഞാനം.
ഏറ്റവും വലിയ വിദ്യ അത് തന്നെയാണ് ഇവിടെ ഈ രാജവിദ്യയായിട്ട് നമ്മൾ അറിയേണ്ടത്. അത് പക്ഷേ അറിയാൻ അത്ര എളുപ്പമല്ല. പറയണ പോലെ പറയുമ്പോൾ ഇപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ പറഞ്ഞു അല്ലേ. ശ്രവണം, മനനം, നിധിധ്യാസനം, ഇതൊക്കെ വാക്കുകൾ ഇവിടെ കേൾക്കും, ഇവിടേക്ക് പോകുന്നല്ലാതെ അതിൻ്റെ ശരിയായ എന്താണെന്നൊക്കെ ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. കുറേ കഴിയുമ്പോൾ ക്രമേണ നിങ്ങൾക്കിതെല്ലാം മനസ്സിലാകും. അപ്പം നിങ്ങളിങ്ങനെ സന്തോഷിക്കും, അയ്യോ ഇതൊക്കെ എനിക്കറിയാൻ കഴിഞ്ഞുവല്ലോ. അപ്പോൾ അതിനു വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ്. ആ ശ്രമം ഇപ്പോഴേ തുടങ്ങണം. ഇപ്പോഴേ തുടങ്ങുന്നത് എങ്ങനെ ശ്രമിക്കുന്നത്? ഈശ്വരനെ പറ്റിയുള്ള കൂടുതൽ കേട്ടുകൊണ്ട് വേണം. അങ്ങനെ ഈശ്വരസ്വരൂപം അറിയണം, അനുഭവിക്കണം. അതെല്ലാം ഭക്തിയിലൂടെ ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഭക്തിയെയാണ് നമ്മൾ ചെറുപ്പത്തിലേ വളർത്തേണ്ടത്. ആരാണ് ഈശ്വരൻ എന്ന ഈ ശരിയായ അറിവ് കൊച്ചുനാളിലേ നമുക്കുണ്ടാകണം. ഇതാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതാണിവിടെ ഭഗവാൻ പറയുന്നതും. അതായത് കർമ്മങ്ങൾ ഭക്തിയോടെ ചെയ്യുക, ഈശ്വരസ്മരണയിലെ മനസ്സിനെ തളച്ചിടുക, അതാണ് ഉപാസനാ ഭക്തി. തുടർന്ന് വിജ്ഞാനമാകുന്ന ഏറ്റവും ഉത്തമമായ ഭക്തിയിലൂടെ ഞാൻ തന്നെ ഈശ്വരനാണെന്ന് തിരിച്ചറിയുക. അതാണ് അനന്യഭക്തി, ഏറ്റവും ഉയർന്ന ഭക്തി. ആ ഭക്തിയുള്ള ആളാണ് ജ്ഞാനി. അപ്പം അതാണ് ഭഗവാൻ പറയുന്നത്. ജ്ഞാനിയാണ്, 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ജ്ഞാനിയാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ ജ്ഞാനിയാണ്. ഇപ്പം കുട്ടികളായ നിങ്ങൾ എന്താ ഇപ്പം ചെയ്യേണ്ടത്? നല്ലപോലെ പഠിക്കുക, അച്ഛനമ്മമാരെ അനുസരിക്കുക, നല്ല വാക്കുകൾ പറയുക. ഇതിനെല്ലാം ശക്തി തരുന്ന ഈശ്വരനെ മനസ്സിലെപ്പോഴും നമസ്കരിക്കുക മനസ്സുകൊണ്ട്. നമുക്കിനി ബാക്കി അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അടുത്ത അധ്യായം. ഹരിയോ.